ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതൊരു വണ്ടർഫുൾ ടെസ്റ്റിമണിയാണ്. ലുക്ക് അറ്റ് ദിസ്. ഇത് ഓണാണ്, ഇത് ഓഫാണ്. ഓക്കെ, ഓഫ് പൊസിഷൻ ആൻഡ് ഓൺ പൊസിഷൻ. സെപ്റ്റംബർ 29 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ ആ 24 മണിക്കൂർ സമയത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യവും കാവൽമാലാഖയുടെ സംരക്ഷണ ഫലവുമായിട്ട് നടന്ന 3 വലിയ അത്ഭുതങ്ങളുടെ സാക്ഷ്യം കൂടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സെപ്റ്റംബർ 29 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഷാർജ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം സോബിനച്ചനെ കണ്ട് യാത്ര പറഞ്ഞ് എയർപോർട്ടിൽ പോയി തിരികെ പ്രദീപിൻ്റെ കമ്പനിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 8 മണിയായിരുന്നു. തുടർന്ന് ജോൺ ബ്രദറിനോടും ഫാമിലിയോടും പ്രദീപിനോടും ഫാമിലിയോടും യാത്ര പറഞ്ഞ് അവരെന്നെ ഷാർജ ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുമ്പോൾ എൻ്റെ റൂമിൻ്റെ താക്കോൽ എവിടെയെന്ന് ഞാൻ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാഗിനകത്ത്. ഒരേ പ്രവൃത്തി 3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അസ്വസ്ഥതയുണ്ടാവും. അതിനുശേഷം ഞാൻ ആ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു. കാരണം താക്കോൽ എൻ്റെ ബാഗിനുള്ളിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിരുന്നു. തലേ ദിവസം അബുദാബിയിൽ വെച്ച് എൻ്റെ കാറിനുള്ളിൽ നിന്ന് ഞാൻ താക്കോലെടുക്കുകയും എൻ്റെ അങ്കിള് ഷിജോ ചേട്ടായോട് യാത്ര പറഞ്ഞ് പിരിയുന്നതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. ശേഷം താക്കോൽ എവിടെ പോയി എന്ന് മാത്രം എനിക്ക് ഓർമ്മയില്ല. ബാഗിനുള്ളിലില്ല എന്ന് ഉറപ്പായ ശേഷമാണ് എൻ്റെ അയൽക്കാരൻ വില്യമിനെയും മൈദലിനെയും വിളിച്ചിട്ട് അവരുടെ വീടിൻ്റെ താക്കോൽ എൻ്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന മറ്റൊരു കാർ കിടപ്പുണ്ട്, അതിൻ്റെ ബോണറ്റിൻ്റെ അടുത്ത് കൊണ്ട് വെക്കാമോ, ഞാൻ വരുമ്പോഴത്തേക്ക് ലേറ്റാവും, എടുത്തിട്ട് അകത്ത് കയറിക്കൊള്ളാം എന്ന് അവരോട് സൂചിപ്പിച്ചു. അവരംഗീകരിച്ചു. അങ്ങനെ ആ ഒരു ഉറപ്പിന്മേൽ രാത്രി 11:45 ഞാൻ റാസക്കമ്മയിൽ എൻ്റെ വീടിന് അടുത്തെത്തി. അവിടെ വരുമ്പോഴാണ് വളരെ വലിയ ഒരു സങ്കടകരമായ കാര്യം. എൻ്റെ വീടിൻ്റെ ഗേറ്റ് അകത്തു നിന്ന് ആരോ പൂട്ടിയിട്ടിരിക്കുക, ഡബിൾ ലോക്ക് ഇട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. സമീപത്തുണ്ടായിരുന്ന കട്ടകൾ, ഇഷ്ടികകളെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് ഞാൻ അതിനു മുകളിലൂടെ മതിലേ കയറി മറുവശത്തേക്ക് നോക്കുമ്പോൾ ഡോറ് ഡബിൾ ലോക്കാണെന്നുള്ള കാര്യം ഉറപ്പായി. എടുത്ത് താഴേക്ക് ചാടുന്ന കാര്യം അത് അല്പം റിസ്ക്കാണ്. കയ്യോ കാലോ ഒടിയാനുള്ള സാധ്യതയോ ഇല്ലെങ്കിൽ ആ വില്ലയിലുള്ള ആൾക്കാരെല്ലാം എണീറ്റ് വന്ന് കള്ളനാണെന്ന് പറയുവാനും തല്ലാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ റിസ്ക് എടുക്കേണ്ടെന്ന ധാരണയോടുകൂടി തിരികെ താഴേക്ക് തന്നെ ഇറങ്ങി. എൻ്റെ കാറിൻ്റെ അരികത്ത് പോയി ഇനി എന്ത് എന്നുള്ള ചിന്തയോടുകൂടി നിൽക്കുന്നു. ആ സമയത്ത് അയൽക്കാരി മാഗ്ദലിൻ പുറത്തിറങ്ങി വരികയും ബ്രദർ നീയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നതാണ്, സാധാരണ നല്ല ഉറക്കത്തിൻ്റെ സമയമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സഹായിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതൊരു സാക്ഷ്യം തന്നെയാണ്. ഞാൻ അവരെ ഫോണിൽ വിളിച്ചില്ല, വലിയ സൗണ്ട് ഗേറ്റിലുണ്ടാക്കിയില്ല, ഒന്നും ചെയ്തില്ല. പെട്ടെന്ന് അവർ ഉറക്കം നഷ്ടപ്പെടുകയും പുറത്തിറങ്ങി വന്ന് എന്നെ സഹായിക്കുമായിരുന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും വീടിൻ്റെ ജനലും തുറന്നു കിടക്കുന്ന കൺഫർമേഷൻ നേരത്തെ തന്നെ വരുത്തിയതുകൊണ്ട് ജനൽ വഴി അകത്ത് കടന്ന് അന്നത്തെ ദിവസം ഉറക്കം ഭംഗിയായിട്ട് നടത്തി. വീടിൻ്റെ താക്കോല് ഡോക്ടർ റോബിൻ്റെ വീട്ടിലുണ്ടായിരിക്കുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ മനസ്സ് സമാധാനത്തിലായിരുന്നു. ഈശോയുടെ അടുക്കൽ നന്ദി പറഞ്ഞ്, എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് കിടന്നുറങ്ങി. അടുത്ത പ്രഭാതത്തിൽ 3:30 വിളിച്ചുണർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സെയിൻറ്റ് ജെറോമിനെക്കുറിച്ചുള്ള, വിശുദ്ധനെക്കുറിച്ചുള്ള ആ ഒരു ഡോക്യുമെൻ്ററി ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. തലേ രാത്രിയിൽ കാറിനുള്ളിൽ വെച്ച് നോക്കിയതും ഷാർജ ബസ് സ്റ്റേഷനിലിരുന്ന് തപ്പിയതുമായ താക്കോല്, നഷ്ടപ്പെട്ടുവെന്ന് 100% ഉറപ്പുവരുത്തിയ താക്കോല്, വീടിനുള്ളിൽ കയറിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മുഴുവൻ എടുത്തു മാറ്റിയപ്പോഴും കാണാതെ പോയ താക്കോല്, അടുത്ത പ്രഭാതത്തിൽ എൻ്റെ ബാഗിനുള്ളിൽ ആരോ എടുത്തു വെച്ചാലെന്ന പോലെ കാണപ്പെടുന്നു. തീർച്ചയായിട്ടും ഇത് അത്ഭുതകരമായ ദൈവിക സാക്ഷ്യം തന്നെയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത്ഭുതകരമായ പ്രവൃത്തി തന്നെ. എന്നാൽ ദൈവത്തെ അറിയില്ലാത്തവനെ സംബന്ധിച്ച് ഇത് ലജ്ജാകരമായ പ്രവൃത്തിയും അവന് പുച്ഛിക്കുവാനുമുള്ള കാരണങ്ങൾ മാത്രം. ഈശോയെ രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമല്ലേ അതിൻ്റെ സ്വാദറിയുകയുള്ളൂ. 30-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഞാനൊരു നല്ല മനുഷ്യനായിരിക്കും എന്ന ഒരു ചിന്തയോട് കൂടിയിട്ട് നേരത്തെ ഓഫീസിലെത്തുവാൻ ആഗ്രഹിച്ചു. വേഗത്തിൽ 2 മുട്ടയെടുത്ത് പുഴുങ്ങുവാനിട്ടു. അതിനുശേഷം കുളിച്ചു, ഡ്രസ്സ് ചെയ്തു, വേഗം തന്നെ കാർ എടുത്തുകൊണ്ട് ഓഫീസിലേക്കുള്ള യാത്രയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് പെട്രോളില്ല. ഉടനെ തന്നെ പെട്രോൾ അടിച്ചു. 8:10 സമയം. ഇന്ന് ഞാൻ താമസിച്ചു. അതുകൊണ്ട് നാളെ ചൊവ്വാഴ്ച മുതൽ നന്നാവാം എന്നുള്ള ധാരണയോട് കൂടിയിട്ട് കടയിൽ പോയി നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 8:50 കൂടിയിട്ടാണ് ഞാൻ ഓഫീസിനുള്ളിൽ ചെല്ലുന്നത്. ജുൽഫാറിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയതും ഒരു ചോദ്യം, മോനെ മുട്ട നീ പുഴുങ്ങിയതെടുത്തോ, ഗ്യാസ് ഓഫ് ചെയ്തോ? അത് പരിശുദ്ധ അമ്മയുടെ ചോദ്യമായിരുന്നു. ആ ചോദ്യം വരുമ്പോൾ ഞാനൊന്ന് അന്താളിച്ചു. ഉള്ളിൽ തീ കത്തി. എൻ്റെ ഉള്ളിലാണ് തീ കത്തുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. 7:15 വെച്ച തീയ് ഇപ്പോൾ സമയം 8:50. ഞാൻ ഉടനെ തന്നെ വണ്ടി തിരിച്ച്
എൻ്റെ ഓഫീസിന് മുന്നേ കൊണ്ടുപോയിട്ട് HR മാനേജർ ഹാജറിൻ്റെ അടുക്കൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. വേഗം വീട്ടിൽ പോകട്ടെ, എൻ്റെ വീടിന് തീ പിടിച്ചു, ചിലപ്പോൾ ഞാൻ തിരിച്ചു വരും, ചിലപ്പോൾ ഞാൻ തിരിച്ചു വരത്തില്ല, സാഹചര്യം അനുസരിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് അമിത വേഗതയിൽ വണ്ടി ഓടിച്ചു പോയി. 80ൻ്റെ റോഡിൽ 120ലും 120ന് പോകേണ്ട അടുത്ത് 160ലും വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. പോകും വഴിക്കൊരു സിഗ്നൽ ഉണ്ട്, അവിടെ നിർത്തുമ്പോൾ എന്തിനാ ഇങ്ങനെ വേഗത്തിൽ ഓടുന്നത്, ഭയപ്പെടേണ്ട, ഒന്നും സംഭവിക്കുകയില്ല, കൂടെ ഒരു ഉത്തരവും. ആ സമയത്ത് ഞാൻ എൻ്റെ കാവൽമാലാഖയോട് പറഞ്ഞു, എൻ്റെ കാവൽമാലാഖയെ എന്നെ സഹായിക്കണമേ, എൻ്റെ വീട്ടിൽ തീ പിടിക്കരുത്, അവിടെ യാതൊരു അപകടവും വരാതെ സംരക്ഷിക്കണമേ. ഞാൻ ആ കേട്ട സ്വരത്തിനോട് ഇപ്രകാരം ചോദിച്ചു, പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയാണോ എന്നോട് സംസാരിക്കുന്നത്? അമ്മ എന്നൊരു ഒറ്റ വിളിയിൽ മോനെ എന്നൊരു തിരികെ ഒരു വിളി. അതൊരു കൺഫർമേഷന് വേണ്ടി അപ്പച്ച എന്നൊരു വിളിക്ക് യൗസേ പിതാവ് തിരികെ എന്തടാ എന്നൊരു ചോദ്യവും. ഇതെല്ലാം എൻ്റെ ചിന്തകളിൽ പോലെ എൻ്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വണ്ടിയുടെ വേഗത കുറച്ച് സ്വാഭാവികമായിട്ടും ഏറ്റവും കുറഞ്ഞ വേഗതയിലാണ് ഞാൻ വീട്ടിലെത്തിയത്. അവിടെ എത്തുമ്പോൾ കാണുന്നത് വീട്ടിൽ തീ പിടിച്ചിട്ടില്ല, ഗ്യാസ് സ്റ്റൗവിൽ മുട്ട 2 തിളച്ച് മറിഞ്ഞ് പാകമായി കിടപ്പുണ്ട്. ഗ്യാസ് സ്റ്റൗ ഓൺ പൊസിഷനിലാണ്, പക്ഷേ അവിടെ യാതൊരു അപകടവുമില്ല, ഓഫായി കിടക്കുന്നു സ്റ്റൗവ്. ഞാൻ വിശദമായി പരിശോധിച്ചു, ഗ്യാസ് സ്റ്റൗ ഓൺ പൊസിഷനിൽ തന്നെയാണ്, എന്നാൽ ഒരു തുള്ളി ഗ്യാസ് പോലുമില്ല. പൂർണ്ണമായിട്ടും ആ ഗ്യാസ് പുറത്തേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞു. യാതൊരു അപകടവും കൂടാതെ സംരക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ സാഹചര്യത്തെ അറിഞ്ഞ് കാവൽമാലാഖയുടെ സഹായം തേടിയപ്പോൾ സഹായിച്ച എൻ്റെ കാവൽമാലാഖയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനാ മുറിയിൽ തിരികെ എത്തി ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ ഒരു വചനം, സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 12-13 വചനം, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ്, സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക. വഴി പിഴച്ചവൻ തൻ്റെ പ്രവൃത്തികളുടെ ഫലമനുഭവിക്കും, ഉത്തമനായ മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളുടെയും. തീപിടുത്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ച തമ്പുരാന് നന്ദി. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. ഇനി 3ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന, ആരോടും പറഞ്ഞാലും ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു നിഴൽ പോലെ പിന്തുടരുന്ന യാഥാർത്ഥ്യമാണ്. ജോലി നഷ്ടപ്പെട്ട സമയത്ത് ബാങ്ക് കേസിടുകയും ട്രാവൽ ബാൻ വന്ന് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റിലാവുകയും തുടർന്ന് ഞാൻ സാമ്പത്തിക കുറ്റവാളിയാണെന്ന് ദുബായ് കോടതി എഴുതി തന്ന റിപ്പോർട്ട് കൂടാണ്ട് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയ 8 വർഷങ്ങൾ. അബുദാബി എയർപോർട്ടിൽ പോലും എന്നെ ഫാസ്റ്റ് ടിക്കറ്റിലൂടെ പോകാതെ മാറ്റി നിർത്തപ്പെട്ട് മാനുവലായിട്ട് ക്ലിയറൻസ് നടത്തിപ്പോയത് ഒരുപക്ഷെ ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവാം. അന്ന് സെപ്റ്റംബർ 30-ാം തീയതി എൻ്റെ കമ്പനിയിൽ ഈ ബാങ്ക് എന്നെ പ്രതിസന്ധിയിലേക്ക് നയിച്ച ആ ബാങ്കിൻ്റെ പ്രതിനിധികൾ നിൽക്കുന്നത് കണ്ട് ഞാൻ അവരെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഉള്ളിൽ ചിന്ത തന്നു, നീ അവരുടെ അടുക്കിലേക്ക് ചെല്ലുക. ഞാൻ അവരുടെ അടുക്കൽ പോയി സ്വാഭാവികമായും, എന്താണ് നിങ്ങളിവിടെ, എൻ്റെ പഴയ ഒരു അക്കൗണ്ടിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാവുമോ എന്നുള്ള രീതിയിൽ ആ ഒരു സംഭാഷണം ആരംഭിക്കുകയും അവർ ബാങ്കിൻ്റെ സിസ്റ്റത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി എൻ്റെ പഴയ ബാങ്ക് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു. ഞാൻ 1 രൂപ 1 ദിർഹം പോലും ഫൈൻ കൊടുക്കാണ്ട് എൻ്റെ കേസ് തമ്പുരാൻ മാറ്റി തന്നു എന്നുള്ള സാക്ഷ്യം. ഇതിനു മുമ്പ് പലവട്ടം ഞാൻ ആ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടത് ഒരു എമൗണ്ട് അടച്ച് അതിന് ക്ലിയറൻസ് ലെറ്റർ വാങ്ങണം, അതേപോലെ തന്നെ അവർ അപ്പോയിൻമെൻ്റ് എടുക്കണം, അതൊരു പക്ഷേ അടുത്ത കേസിലേക്ക് നയിക്കപ്പെടുന്നതാവാം. ഇങ്ങനൊരു ഭീഷണിയാണ് 8 വർഷമായിട്ട് പിന്തുടർന്നത്. ആ ഒരു സാഹചര്യത്തെയും ഈ പ്രതിസന്ധികൾ നടന്ന അതേ ദിവസം തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി. 24 മണിക്കൂർ സമയത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന 3 വലിയ അത്ഭുതങ്ങളുടെ സാക്ഷ്യമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പാപിയും ബലഹീനനുമായ എന്നെ കൂടി ഓർമ്മിക്കുക. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശ്വസ്തതാപൂർവ്വം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അജ്മാനിലുള്ള പ്രിൻസ് സാറിനെ കൂടി ഓർമ്മിക്കുക. സാറിനെയും കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഓർമ്മിക്കാം. മെഡ്ജുഗോരിയയിലേക്ക് ഇനിയൊരു യാത്ര പോകുമ്പോൾ അത് പ്രിൻസ് സാറിനോടൊപ്പം ആയിരിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മാധ്യസ്ഥം തേടി അത് സാധിക്കുക തന്നെ ചെയ്യും. അതിന് സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.